ലാസ്റ്റ് വീക്കിലെ അക്കാദമിക് കോർഡിനേറ്ററുടെ റിപ്പോർട്ട് കണ്ടിട്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. ഒരു പാരന്റിന് ഡെയിലി 6 മണിക്കൂർ ക്ലാസ് വേണം അടുത്ത 5 ദിവസത്തേക്ക്. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന് 5 ദിവസം കഴിഞ്ഞാൽ മാത്സിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഡെയിലി 6 അവർ ക്ലാസ്, ഫുൾ റിവിഷൻ, അവനെ ഫുൾ സെറ്റാക്കി എടുക്കണം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഇതൊക്കെയാണ് പാരന്റിന്റെ നിർദ്ദേശങ്ങൾ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊരു സജഷൻ കൊടുത്തത്, ഇങ്ങനെ ഫുൾ ടൈം ക്ലാസ് എടുത്ത് പോയിട്ട് കുട്ടി ഒറ്റയ്ക്ക് പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് നല്ല പ്രയാസമായിരിക്കും. എസ്പെഷ്യലി മാത്തമാറ്റിക്സ് ആണല്ലോ. എക്സാമിന്റെ തലേ ദിവസമൊക്കെ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തുകൂടെ, അതല്ലേ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പാരന്റ് ഭയങ്കര നല്ല രീതിയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് എക്സാമിന്റെ അവസാന സമയത്ത് ക്ലാസ് വേണ്ടേ, ഞങ്ങൾ അതിനെല്ലാം ഇവിടെ ട്യൂഷനിൽ ജോയിൻ ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് കോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ പറഞ്ഞു, മാത്തമാറ്റിക്സ് പോലത്തെ സബ്ജക്റ്റ് ശരിക്കും കുട്ടി ഒറ്റയ്ക്ക് ചെയ്യണം, അവന് നല്ല ഇൻട്രസ്റ്റോടുകൂടി ചെയ്യണം, അപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അവൻ്റെ ഒരു അക്കാദമിക് ട്രാക്ക് ഞങ്ങൾ കംപ്ലീറ്റ് എൻ്റെ റിപ്പോർട്ട് മൊത്തം നോക്കി. അപ്പോൾ ലാസ്റ്റ് ഒരു 60 മാർക്കിൻ്റെ എക്സാമിന് 35 മാർക്കെല്ലാം സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, മോശമല്ല, അത്യാവശ്യം ഐഡിയ ഒക്കെ ഉണ്ട്. ടീച്ചറോട് സംസാരിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊരു സജഷൻ കൊടുത്തു, ഡെയിലി ഒരു മോർണിംഗ് ഒരു 1 hour എക്സാം അവൻ നടത്തട്ടെ. ഞങ്ങൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, റിവിഷൻ മെറ്റീരിയൽ. എന്നിട്ട് ആ എക്സാം കറക്റ്റ് അവൻ ചെയ്തിട്ട് അതിനുശേഷം ഒരു 30 minutes തന്നെ അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവൻ്റെ ഡൗട്ടും കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു അവൻ തന്നെ ഒറ്റയ്ക്കൊന്ന് ഇരുന്ന് മാർക്ക് ചെയ്യട്ടെ. അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 45 minutes ടീച്ചറും ഇവനായിട്ടൊരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് ഡെയിലി മോർണിംഗും ഒരു നൂൺ ടൈമിൽ വേറൊരു സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുക, നൈറ്റ് ടൈമിൽ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നെക്സ്റ്റ് 5 days ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇതായിരിക്കും അവൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സജഷൻ കൊടുത്തു. പാരന്റ് പിന്നെ ഓക്കെ പറഞ്ഞു, അത് നല്ല രീതിയിൽ പോയി. അപ്പോൾ ശരിക്ക് ഡെയിലി 6 hour 5 days പറഞ്ഞത് 30 മണിക്കൂറൊക്കെ ക്ലാസ് കിട്ടുമായിരുന്നു. ഞങ്ങളത് ചുരുക്കിയിട്ട് ഡെയിലി ഒരു 2-2.5 hour ചുരുക്കി. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ക്ലാസ് വളരെ കുറവാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ഇതിൽ അത് നല്ലൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കിയിട്ട് അവന് നല്ല ഉപകാരപ്പെടും എന്നുള്ളത് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്.